സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ അല്ല ഈ ഒരു വീഡിയോ ഒരു ക്വിക്ക് ട്രേഡാണ് കേട്ടോ. അതായത് GBP JPYയിൽ ബ്രിട്ടീഷ് പൗണ്ട് അതേപോലെ തന്നെ ജപ്പാനീസ് യെന്നിൽ ഒരു ക്വിക്ക് ട്രേഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പോൾ തന്നെ വീഡിയോ ആക്കി വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്യും. സോ ഇതൊരു റീടെസ്റ്റ് എൻട്രിയാണ്. സോ ഇതൊരു മിസ്സായ എൻട്രി ആയിരുന്നു. ഇതൊരു റീടെസ്റ്റ് എൻട്രി ആയിട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, സോ എങ്ങനെ ഇത് എടുക്കാം, എങ്ങനെ നമുക്കിത് കിട്ടും, ആ ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ട്രെൻഡ് ലൈൻ. അതായത് ഈ ട്രെൻഡ് ലൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡൗൺ ട്രെൻഡായി, അപ്പ് ട്രെൻഡിൻ്റെ ഒരു സിഗ്നലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു അപ്പ് ട്രെൻഡിൻ്റെ സിഗ്നലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ അപ്പ് ട്രെൻഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റും, ഇവിടുന്ന് അപ്പ് ട്രെൻഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ അപ്പ് ട്രെൻഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു OBയും ഒരു FEGയും കിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ FEG ഇല്ല, നമുക്ക് OB ഉണ്ട്. ഓക്കെ, ഈ FEG ഉണ്ടല്ലോ, ഈ ഒരു FEG ഈ ഒരു OBൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് അതൊരു ഇൻവാലിഡ് FEG ആണ്. ഓക്കെ, സോ അതിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അത് നടന്നിട്ടുമില്ല. ഇനി മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒന്ന് സഡൻ റഷ് ആയിട്ടുണ്ട്, ഒരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ട്രെൻഡിൽ നിന്ന് അതായത് ഒരു ട്രെൻഡ് ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സഡൻ പുൾ ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് കൂടുതലുള്ള സംഭവമാണ്. ഓക്കെ, സോ നമുക്കിവിടെ അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സഡൻ പുൾ ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താണ് 3 ക്യാൻഡിൽ ലാസ്റ്റത്തെ 4 hour ക്യാൻഡിലാണ്, അതായത് ഒരു 12 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ റീടെസ്റ്റ് എൻട്രിയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ റീടെസ്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റ് ഒന്നും കൂടി റിട്ടേൺ വന്നിട്ട് ഈ ഒരു FEGൻ്റെ അകത്ത് ഓർഡേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു ഓർഡേഴ്സ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 50 മിനിറ്റിലേക്ക് പോയി നോക്കണം. സോ 50 മിനിറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് എവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു ലെവൽ എത്തുമ്പോൾ, സോ ഈ ഒരു ലെവൽ എടുക്കാം. ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, സോ ഒരെണ്ണം മതി. ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ 4 hourലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. 4 hourക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഓക്കെ, 4 hourലേക്ക് നമ്മൾ തിരിച്ചു പോയി. 4 hourലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ എൻട്രി പൊസിഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്ലേസിംഗ് ആണ്. അതായത് പ്ലേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ TP സെറ്റ് ചെയ്യുക. TP നമ്മൾ ഇവിടെ വയ്ക്കും. സോ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, സോ TP നമ്മൾ അവിടെ വെച്ചു. ഇനി SL ആണ്. SL എവിടെ വേണം? നിങ്ങളുടെ അക്കൗണ്ട് സൈസിനനുസരിച്ച് നിങ്ങളുടെ SL നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, ഞാൻ എൻ്റെ അക്കൗണ്ട് ചെറിയ അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ഓക്കെ, ഇതിന്ന് കുറച്ച് ഇറക്കിയിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലും കൊണ്ടേ വെക്കാം. ഓക്കെ, ഈ ലെവലിൽ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 1:2 അല്ലെങ്കിൽ 1:2 റേഞ്ചിൽ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഇത് കുറച്ച് കയറ്റിയാണ് വെച്ചത്. ഇതാണ് ഇവിടെ നിന്നാണ് നമുക്ക് പുഷ് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു? ഒരു 1000 റേഞ്ചിൽ 1000 പോയിൻറ്റ്സ് കേട്ടോ, 1000 പോയിൻറ്റ്സ് ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് ഞാൻ കുറച്ചും കൂടി കയറ്റി വെച്ചു. 2000 സംതിങ് 1:2 റേഞ്ച് വെച്ചു. സോ ഇനി മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിച്ചു തരാം. സോ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ചും കൂടി കയറിയിട്ട് ഇവിടെ ഒരു FEG ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു FEG ഉണ്ട്. ചിലപ്പോൾ അതൊന്ന് എൻ്റർ ആക്കിയിട്ട് മാർക്കറ്റ് ഈ ഒരു FEG എടുക്കാൻ വേണ്ടി വരും. ഈ ഒരു FEG എടുത്തിട്ട് മാർക്കറ്റിന് ഇങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ക്വിക്ക് എൻട്രി ആണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ക്വിക്ക് എൻട്രിയിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കിത് പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് പെട്ടെന്ന് ഫോളോ അപ്പ്, അതായത് വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. എങ്ങനെ ഇടണം, എങ്ങനെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ടും കൂടി ഇടുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു FEGയിൽ ഇനി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താലാണ് നമുക്ക് എൻട്രി ഉണ്ടാവുക. സോ ഇത് GBP JPYൻ്റെ ഒരു എൻട്രിയാണ്. സോ ഇതൊരു കിടിലൻ എൻട്രി ആവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. സോ ഞാൻ എന്തായാലും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിൽ നമ്മളെപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ സോ നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവണം. ട്രേഡ് ചെയ്യുന്നവർ ഫ്രീ ആണെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാവണം. വർക്ക് ചെയ്യുന്നവർ
ടൈം കിട്ടുമ്പോൾ നിങ്ങൾ കയറണം. ഓക്കെ, മാർക്കറ്റിൽ 24 മണിക്കൂർ കുത്തിയിരിക്കണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വരിക, എൻട്രി ഇടുക, പോവുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മാർക്കറ്റ് നോക്കിക്കോളും. നിങ്ങൾ മാർക്കറ്റിനെ ചലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മാർക്കറ്റ് നിങ്ങളെ ഇതാക്കിക്കോളും. നിങ്ങൾ ഇടുന്ന എൻട്രി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഡയറക്ഷനിൽ തന്നെ പൊക്കോളും. ഇനി അടുത്ത ചാൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ചിലപ്പോൾ സഡൻ വശം മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ എൻട്രി ഇല്ല. ഓക്കെ, സോ അങ്ങനെ ഇവിടെ ഒരു FEG ഉണ്ട്. ആ FEG തട്ടിയിട്ട് അടിയിലോട്ട് വരണം. സോ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് അടിയിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കെയർഫുള്ളായിട്ട് ഇരിക്കണം. അതായത് മാർക്കറ്റ് ചിലപ്പോൾ അടിയിലോട്ട് ഇങ്ങനെയായിട്ട് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ എൻട്രി ഇടാൻ നിൽക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 50 മിനിറ്റിലേക്ക് പോയി നോക്കിയിട്ട് 50 മിനിറ്റിലേക്ക് പോയി നോക്കണം. 50 മിനിറ്റിലേക്ക് പോയി നോക്കിയിട്ട് ചിലപ്പോൾ മാർക്കറ്റ് മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഇറങ്ങി വരും. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇറങ്ങി വരിക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഇറങ്ങി വരിക. സോ ഈ ഒരു ഡയറക്ഷനിൽ എത്തുമ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകുന്നത്, ഓക്കെ, അങ്ങനെ മുകളിലോട്ട് പോകും. ഈ മുകളിലോട്ട് പോകുന്നത് ഈ ഒരു സ്ട്രക്ചർ കണ്ടോ. സോ ഈ ഒരു സ്ട്രക്ചർ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് അപ്പോൾ വേണം നമ്മൾ എൻട്രി ഇടാൻ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് മുകളിലോട്ട് തന്നെ പോകുമെന്നുള്ളത്. സോ നിങ്ങൾ ആ കാര്യം മാക്സിമം നോക്കണം. അതിലും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, വിക്കിലല്ല, ഈ ഒരു സാധനം വിക്കിലല്ല ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. വിക്കിലാവരുത് ഇത് ക്ലോസ് ചെയ്യണത്. ഓക്കെ, വിക്കാവരുത്, അത് വിക്കാവാതെ വേണം ക്ലോസ് ചെയ്യാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വിക്കാവാതെ ക്ലോസ് ചെയ്തുള്ള സ്വിങ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി ഇടാം, മാർക്കറ്റ് മുകളിലോട്ട് പൊക്കോളും. സോ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടേണ്ടത്. ഓക്കെ, എൻട്രി ഇടേണ്ട പൊസിഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ ചാർട്ടിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫെയിലായി പോവും. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ പുൾ ബാക്ക്, നല്ല രീതിയിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഇതിനത് നേരെ പോയി ഇതാവുമെന്നൊന്നും നമുക്കറിയില്ല. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇതിൽ നമുക്കൊരു പുൾ ബാക്ക്, അതായത് ഒരു റീടെസ്റ്റ് പോലത്തെ എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എൻട്രി. ഓക്കെ, ചിലപ്പോൾ അടുത്ത ക്യാൻഡിൽ അടിയിലോട്ട് വന്നിട്ട് നമ്മുടെ FEG ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി അടുത്ത സ്വിങ്ങിൽ ഈ ഒരു FEG വന്ന് എടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു സ്വിങ് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള സ്വിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ലൊരു പുൾ ബാക്കാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇങ്ങനെ പുൾ ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, സോ എന്തായാലും ഇതൊരു ഹയർ ടൈം ഫ്രെയിംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, സോ എന്തായാലും മാർക്കറ്റ് നമുക്ക് വാച്ച് ചെയ്യാം. നമ്മൾ 1-2 ട്രേഡ്സ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ ഞാൻ ഫേസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത ട്രേഡിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഇനി എല്ലാ ദിവസവും കൊണ്ട് വീഡിയോൻ്റെ മഴയായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.